ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു ദിവസത്തെ ഡിന്നർ വ്ളോഗ് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഡിന്നർ വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ദിവസത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടവും പൂരിയായിരുന്നു. ഇതിപ്പം കുടിക്കാനായിട്ട് കാഷ്നട്ട് ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ഫുള്ള് ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 5 മണിയോടാണ്. 1 മണിക്കൂറാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിൽ വെക്കുക. കഴിയുമെങ്കിൽ ഒരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പൂരിക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ മൈദയും റവയും വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഞാനെപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം വെള്ളം ഒഴിക്കും, അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നീടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ രാത്രിയിൽ ബാക്കി വരും എന്നുള്ള പേടി വേണ്ട. പക്ഷേ ഇവിടുത്തുള്ള ആൾക്കാർ പൂരി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൂരി ഒട്ടും തന്നെ ബാക്കിയാവില്ല. കുറച്ച് റവയും കൂടുതൽ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂരിക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് അവസാനം 1 ടീസ്പൂണ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് വെളിച്ചെണ്ണയിലാണ്. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഈ ഒരു കൊണ്ടാട്ടം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നുള്ളത്. ഒരു പ്രാവശ്യം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് മുതലേ പറയുന്നതാണ് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്ന്. പക്ഷേ ഇതുവരെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ട്രൈ ആണ്. ഞാനും യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 2 ഭാഗവും നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. കാരണം ഇനി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇത് വേവിക്കുന്നൊന്നുമില്ല. ഇനി ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഇതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് വള്ളിമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞങ്ങളിവിടെ ഈ ഒരു മുളകിനെ വള്ളിമുളക് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത് വറ്റൽമുളക് എന്നായിരുന്നു. പക്ഷേ കാണാനുള്ള ആ ഒരു വറ്റൽമുളക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേ എണ്ണയിലോട്ട് തന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോ ചെറിയ ഉള്ളി ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കഷ്ണം നീരുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണേ. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പക്ഷേ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഗോൾഡൻ കളറായോ എന്നറിയാൻ സംശയമാണ്. പക്ഷേ മാക്സിമം ഒന്ന് വാട്ടിയെടുക്കുക. ഇതൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ പൂരിക്ക് ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനും അതേപോലെ തന്നെ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി പൂരി ചുട്ടെടുക്കാം. ഈ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മക്കൾക്ക് കൂടി ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവരതിൻ്റെ ഇടയിൽ കഴിപ്പിക്കാറാണ് പതിവ്. പിന്നെ ഇവിടെ 8-8:30 കൂടി നമ്മുടെ ഡിന്നർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. ഹസ്ബൻഡ് ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാറാണ് പതിവ്. ആ ഒരു സമയത്തേക്ക് എൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. കുട്ടികൾ കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഇന്നത്തെ ഡിന്നർ ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് ഫീലായിരുന്നു ഇന്നത്തെ ഒരു ഡിന്നറിന് ഉണ്ടായിരുന്നത്. അത് ഹസ്ബൻഡിൻ്റെ വായിൽ നിന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഡിന്നർ കഴിഞ്ഞ ശേഷം ചെറിയൊരു സ്വീറ്റ് കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പഞ്ചാര കൂട്ടൻ വന്നിട്ട് ഒന്ന് എടുത്തുകൊണ്ട് പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്